കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് 2 സീറ്റ് ബാക്കി. ഇപ്പോഴും പക്ഷേ അങ്ങനെ അങ്ങ് ആശ്വസിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ കോൺഗ്രസ്സുകാരെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഈ വർഷം കർണാടകയിൽ ഈ അടുത്ത് നടന്ന അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് മെയ് 13 ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം ഇപ്പം ലൈവായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം കർണാടകയിൽ നടന്ന അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ലൈവായിട്ട് കാണാം, അല്ലെങ്കിൽ ലൈവായിട്ട് എങ്ങനെ അറിയാം എന്നുള്ളത് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ മടിക്കാതെ മറക്കാതെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഒട്ടും സമയം കണ്ട നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഗൂഗിൾ സെർച്ച് ബാർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കർണാടക അസംബ്ലി ഇലക്ഷൻ 2023 റിസൾട്ട്സ് എന്നിങ്ങനെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ റിസൾട്ട്സ് എന്ന സെക്ഷന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ലൈവ് അപ്ഡേറ്റ് ആവുന്നത് ബ്ലിങ്ക് ആവുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കർണാടക റിസൾട്ട്സ് എന്ന ഭാഗത്ത് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ പാർട്ടിയുടെ അസംബ്ലി ഇലക്ഷനാണ് നമുക്ക് അറിയുന്നത്, അതൊക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ BJP, INC, JD. BJP എല്ലാവർക്കും അറിയാം, ഭാരത ജനതാ പാർട്ടി. അതുപോലെ തന്നെ INL, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ ജനതാ ദൾ. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടിയും പിന്നെ ഒതേഴ്സ് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടോട്ടൽ സീറ്റ് എത്രയാണ്, അതുപോലെ തന്നെ സീറ്റ് വിന്നായോ, അതുപോലെ തന്നെ സീറ്റ് ലീഡ് എത്രയായി, അതുപോലെ തന്നെ ഗെയിൻ ആൻഡ് ലോസ്. അപ്പോൾ ഇതിൻ്റെ കണക്കും കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ലൈവ് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, വലിച്ച് സ്ക്രോൾ ചെയ്യുക. അപ്പം ഇതെന്താവും, കറക്റ്റ് അതിൻ്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ വർഷത്തെ കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ട് അറിയാം. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഏഷ്യനെറ്റ് ന്യൂസ് ലൈവ് എന്നിങ്ങനെ സെർച്ച് ചെയ്യുക. എന്നിട്ട് അവരുടെ ആ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോം പേജിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ലൈവ് ന്യൂസ് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. അതനുസരിച്ചാണെങ്കിൽ അവിടെ അവർ മുന്നേറുകയാണ്. പക്ഷെ ഇതൊരു ന്യൂസ് ടൈപ്പ് ആകുമ്പോൾ ഇത് കാണാൻ അത്ര രസമില്ല, നമുക്കത് പോരാ. വേറെ ലൈവ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും രസകരമായിട്ട് ഇപ്പം പരസ്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ വർഷത്തെ കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചാനലുണ്ട് 24 ന്യൂസ് ലൈവ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സെർച്ച് ചെയ്യുക. അപ്പം ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ന്യൂസ് ലൈവായിട്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നാഷണൽ ടിവി ചാനലുകൾ എഴുതി കാണിക്കുന്നുണ്ട് ഈ, അതായത് യൂട്യൂബ് വ്യൂവർഷിപ്പിൽ നമ്മൾ മുന്നിലാണെന്ന്. യൂട്യൂബ് വ്യൂവർഷിപ്പിൽ നമ്മൾ മുന്നിലാണ്. 75,000 ആളുകൾ തത്സമയം ഇപ്പോൾ നമ്മുടെ ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്നു. ബഹുദൂരം മുന്നിൽ, എതിരാളികൾ ബഹുദൂരം പിന്നിൽ. നിങ്ങൾ കൂടെ വന്നോളൂ. കോൺഗ്രസിന്റെ 111, BJP 184. അതായത് കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് 2 സീറ്റ് ബാക്കി. ഇപ്പോഴും പക്ഷേ അങ്ങനെ അങ്ങ് ആശ്വസിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ കോൺഗ്രസ്സുകാരെ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചാനലിൽ ലൈവായിട്ട് നമുക്ക് ഈ വർഷത്തെ കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, യൂട്യൂബിൽ അസിയഡൂർ ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലായ അസിയഡൂർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കറുത്ത കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഒരുപാട് നല്ല നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ നമ്മുടെ ആ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത്, ഈ വർഷത്തെ കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ട് എങ്ങനെ കാണാം, അല്ലെങ്കിൽ എങ്ങനെ ഈ വർഷത്തെ ആ ഒരു റിസൾട്ട് അറിയാമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ടു. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.